ഹായ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു അംഗനവാടി പോണ വീഡിയോ ആണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ അംഗനവാടി പോവാണ്. ചേട്ടൻ ഇപ്രാവശ്യം ഇല്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്നും കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടക്കാമെന്ന് വിചാരിച്ചു. രണ്ട് കുഞ്ഞാവകളുണ്ട്. ഒരെണ്ണം കുഞ്ഞാവല്ല, ഒരെണ്ണം കുഞ്ഞാവയാണ്. കുഞ്ഞാവനെ കൊണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചേച്ചി. കുഞ്ഞാവനെ മാറ്റി മാറ്റി എടുക്കണ്ട കേട്ടോ. എന്നാലും ചേച്ചിയാണ് എടുക്കാമെന്നും പറഞ്ഞ് ചേച്ചി അങ്ങ് നടക്കണു. ഈ വീടിൻ്റെ കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. അങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. വർത്താനം പറഞ്ഞു പോകാൻ വേറൊരു രസമല്ലേ. അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ വർത്താനവും പറഞ്ഞ് ചിരിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അംഗനവാടി അങ്ങനെ എത്തി. ഇതാണ് കേട്ടോ അംഗനവാടി. അംഗനവാടിയിലുള്ളിൽ കുറേ പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഇവനോട് ഞാൻ ടാറ്റ തരാൻ പറഞ്ഞിട്ട് ഇവൻ ടാറ്റ തരണ്ടായിരുന്നില്ല. അങ്ങനെ ടാറ്റ തന്നു. ഇവനോട് ഞാൻ ടാറ്റ തരാൻ പറഞ്ഞിട്ട് ഇവൻ നോക്കണ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കൊച്ചിനെ സിസ്റ്റർ വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഇവർക്കെന്തോ നോക്കാനുണ്ടെന്നുണ്ട്, വെയിറ്റും ഹൈറ്റും. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് വന്നത്. അങ്ങനെ വന്നപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കൊച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കയറ്റാൻ പറ്റും. അപ്പോൾ അവനവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്ന് അവന് ബോറടിച്ചു. നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ മറ്റേ കൊച്ചിനെ ചെയ്യണം കണ്ടിട്ട് ഇവന് പേടിയായി. ഇവൻ്റെ മുഖം കണ്ട പേടിച്ചിരിക്കുകയാണ് ആള്. പക്ഷേ അധികം ഉള്ളിൽ പേടിയുണ്ട്, അവൻ അത് പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവന് ഹൈറ്റൊക്കെ നോക്കിച്ചിട്ട് വെയിറ്റ് നോക്കാൻ കൊണ്ടേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിവിടെ പണ്ട് പഠിച്ചതായതുകൊണ്ട് ഞങ്ങളെ കൊണ്ടൊക്കെ ഇവിടെ ഒപ്പിടിപ്പിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരെ കൊണ്ടും ഒപ്പിടിപ്പിക്കും. ഞങ്ങളൊക്കെ ഒപ്പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയൊക്കെ ഒപ്പിടുകയാണ്. ഞങ്ങളിവിടെ നിൽക്കുകയാണ് കേട്ടോ, കൊച്ചുങ്ങളെയൊക്കെ നോക്കിയിട്ട്. കുറേ കുറുമ്പന്മാരും കുറുമ്പികളാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇവളുടെ കോപ്രായം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 മൂങ്ങക്കുഞ്ഞുങ്ങൾ. ഞങ്ങൾ അതിനെ നോക്കി ഇന്നപ്പോഴത്തേക്കും സമയം പോയി. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പോകാൻ കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ എല്ലായിടത്തും പോവാം. ദൂരമില്ലാത്ത സ്ഥലത്തൊക്കെ ഞങ്ങൾ നടന്നു പോകും. ഇല്ലെങ്കിൽ കുറേ ദൂരം ഉണ്ടെങ്കിൽ ഞങ്ങൾ സൈക്കിളിന് പോകും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോകാറില്ല. ഒന്നില്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലുമൊക്കെ ആക്കും വണ്ടിക്ക് കേട്ടോ. അങ്ങനെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമല്ലേ. ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കാൻ ഭയങ്കര രസമാണ്. ഇവിടെ ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഓടിച്ചാടി കളിക്കണം. ചേച്ചി ചീത്ത പറഞ്ഞു കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനെന്തായാലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വർത്താനം പറഞ്ഞ ഫ്രണ്ടിലൊക്കെ തല്ലിപിടിയാണ് കേട്ടോ. ചില സമയത്തൊക്കെ തല്ലിപിടിയാണ് കാണണം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു വീടുണ്ട്. ഈ വീടുണ്ടല്ലോ, ഞങ്ങൾക്ക് രാത്രി ആകുമ്പോൾ ഭയങ്കര പേടിയാകണ വീടാണ്. ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. കുറേ കാണാനുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. ഞങ്ങൾ ഈ വഴി കൂടെ എല്ലാ ദിവസവും നടക്കും. ഇവിടെ നിന്നൊക്കെ പുളിയൊക്കെ പറിക്കും, ഇങ്ങനെ കഴിക്കും. അങ്ങനെയൊക്കെ നടന്ന് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഈ ഇവർക്ക് ഇറങ്ങാൻ ഇത്ര രസമാണെന്ന് വിചാരിക്കും. പക്ഷെ ഞാനിവിടെ വീണാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.